ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പണ്ട് ഗുരു യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കൂടെ ഒരു ശിഷ്യനും കൂടെയുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, നാടുകളുടെ നീളം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗുരുവിൻ്റെ കൂടെയുള്ള ശിഷ്യന് ഗുരുവിൻ്റെ കൂടെ നടന്നിട്ട് ഗുരുവിനോട് പറയുന്നു, ഗുരു എനിക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ വർഷങ്ങളോളം നടന്നിട്ട് എനിക്ക് മടുത്തു. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു വരം തരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാലം ഞാൻ ജീവിക്കാം. അപ്പൊ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മലയുണ്ട് അവിടെ, ആ മലയെ കാണിച്ചിട്ട് ഇത് ഞാൻ നിനക്ക് സ്വർണമാക്കി തരാം. ഈ മല നിനക്ക് ഈ സ്വർണം ആയ മലയിൽ അത്യാവശ്യത്തിന് നിനക്ക് വേണ്ട സ്വർണ്ണം എല്ലാം നിനക്ക് വേണ്ടിടത്തോളം ഇതാക്കിയിട്ട് നിന്റെ ബാക്കിയുള്ള കാലം നീ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരു ആ മലയെ സ്വർണമാക്കി മാറ്റുന്നു. അങ്ങനെ ഗുരുവിന്റെ വഴിക്ക് തനിച്ച് യാത്ര പോകുന്നു. കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഗുരു ആ വഴി തന്നെ തിരിച്ചു വരുമ്പോൾ ആ സ്വർണ്ണമലയും കൂടെ 2 മൃതദേഹങ്ങളും അവിടെ കിടക്കുന്നുണ്ടായി. അപ്പോ വേറൊരാള് പറഞ്ഞു, ഇയാൾക്ക് സ്വർണ്ണമലം കൊണ്ടുപോയപ്പോൾ ഇയാള് ചേർത്തിക്കൊണ്ട് എങ്ങനെ ഞാൻ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകും എന്നർത്ഥിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറൊരാള് എത്തുന്നു. അപ്പൊ അയാള് വന്നിട്ട് അയാൾക്കും ഒരു ചിന്ത വന്നു, ഇതൊക്കെ എനിക്ക് വേണം, ഇയാൾക്ക് കൊടുക്കരുത്. ഇയാൾ എന്ത് ചെയ്യുന്നു, അയാളെ കയ്യിൽ കുറച്ച് വിഷം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അയാൾ മരിക്കുന്നു. ഇയാള് അങ്ങനെ വേറൊരാൾ ഇതേപോലെ വന്നിട്ട് ഇയാളും മരിക്കുന്നു. അവിടെ 2 മൃതദേഹങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സ്വർണ്ണമല കിട്ടിയാലും ഉള്ളിലുള്ള ചിന്ത നമുക്ക് എങ്ങനെയെങ്കിലും വേറെ ഒരു സ്വർണ്ണമല കൂടി വേണം. മനുഷ്യന്റെ അത്യാർത്തി, ആഗ്രഹം ഇതൊക്കെ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നമുക്ക് ഒന്നുണ്ടെങ്കിലും വേറെ ചിന്തിക്കും, വേറെ ഒരെണ്ണം വേണം. ഇപ്പോ ബൈക്ക് ഉണ്ടെങ്കിൽ ചിന്തിക്കും, കാറ് വേണം. അപ്പൊ ഈ ആഗ്രഹങ്ങള്, അത്യാഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.